ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നെന്മാറ എന്ന സ്ഥലത്താണ്. ഇവിടെ ദിലീപ് ചേട്ടൻ്റെ ഒരു ഓയിൽ മില്ലിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 1 ലിറ്റർ ശുദ്ധമായിട്ടുള്ള മരച്ചക്കട അടിയുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ മരച്ചക്കട അടിയുള്ള എണ്ണ ഉണ്ടാക്കുന്നതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. ഈ ഡ്രയറിലാണ് ഇവരിവിടെ കൊപ്ര ഉണക്കി എടുക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ ഡെൽമാർക്കിൻ്റെ ഡ്രയറാണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അതെ ആട്ടാനായിട്ടുള്ള കൊപ്രയാണ് ഇരിക്കുന്നത്. ഇത് ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ ഈ വെയിങ് മെഷീനിൽ ഒരു വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 11 കിലോൻ്റെ അടുത്ത് കൊപ്ര എടുത്തിട്ടുണ്ട്. ഇതപ്പം നമ്മൾ ചക്കില് കൊപ്ര ഇട്ട് കൊടുത്തേക്കാണ്. ഇത് നമുക്ക് എക്സ്പെല്ലർ പോലെ ഇട്ട വശം എണ്ണ വരത്തില്ല. കുറച്ച് നേരം നരഞ്ഞ് അതിൻ്റെ ഒരു എന്താ പറയുക നീര് ഇറങ്ങി വന്നാലാണ് നമുക്ക് എണ്ണ കിട്ടുക. എണ്ണ വരെ അടിയിലാണ്, ഈ ഒരു അടിഭാഗത്താണ് നമുക്ക് എണ്ണ വരിക. നമ്മൾ എക്സ്പെല്ലർ പോലെയല്ല, നമ്മൾ ചെറിയൊരു മാനുവൽ വർക്കും കൂടി ഇതിൽ വരുന്നുണ്ട്. കൊപ്ര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടിയിലാണ് കൂടെ എണ്ണ വരിക. നമുക്ക് ഇവിടെ കാണാം ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് പിന്നെ ഇവരിവിടെ വേറെ മെഷീൻ ഫിൽറ്ററിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ നാച്ചുറൽ ഫിൽറ്ററിംഗ് ആണ് ചെയ്യുന്നത്. ഒരാഴ്ച ഇരുന്നൂറിന് ശേഷമാണ് നമുക്കത് അതോടെ ഈ കുപ്പിയിൽ കാണുന്ന പോലെയുള്ള വെളിച്ചെണ്ണ കിട്ടാം. അത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മുടെ സ്ഥാപനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഫുൾ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാനുള്ളതാണ്.